ശ്രീ VK സുരേഷ് ബാബു അവരുടെ സാദരം ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ബഹുമാന്യനായ അധ്യക്ഷൻ പ്രഭാകരൻ, ഇവിടെ വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന ജയചന്ദ്രനെ അനുസ്മരിച്ച് സംസാരിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന ശ്രീ CN ഗംഗാധരേട്ടൻ, സ്വാഗത പ്രസംഗം നടത്തിയ NE ബാലറാം പബ്ലിക് ലൈബ്രറിയുടെ സെക്രട്ടറി NV രമേശേട്ടൻ, ശ്രീ ചന്ദ്രൻ പാട്ടുപാടുന്ന ചന്ദ്രൻ പിണറായി, അനിൽകുമാർ വടക്കുംപാട്, രഞ്ജിത്ത് മാഷ്, ബാലറാം പബ്ലിക് ലൈബ്രറിയുടെ പ്രവർത്തകരെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. 2-3 മാസത്തിനിടയിൽ കേരളത്തിൽ സരസ്വതീ ദേവിയുടെ 2 സ്ഥലങ്ങൾ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം മലയാള ഭാഷയ്ക്കുണ്ടായി. സരസ്വതീ ദേവി എന്ന് പറയുന്നത് വിദ്യാദേവതയാണ്. ആ വിദ്യാദേവതയ്ക്ക് 2 സ്ഥലങ്ങളാണുള്ളത്. ഒന്ന്, അതിനെപ്പറ്റി പറയുന്നുണ്ട്, സംഗീതമഭി സാഹിത്യം സരസ്വത്യാ സ്തനദ്വയം ഏകമാപാദമധുരം പരമാലോചനാമൃതം. സംഗീതവും സാഹിത്യവും സരസ്വതിയുടെ 2 മുലകളാണ്. സംഗീതം ആപാദമധുരമാണ്, സാഹിത്യം ആലോചനാമൃതമാണ്. കേരളത്തിൻ്റെ മലയാള ഭാഷയുടെ സരസ്വതീ ദേവിയുടെ 2 മുലകൾ നഷ്ടപ്പെട്ടതാണ്. ഒന്ന് സാഹിത്യത്തിൻ്റെ MT വാസുദേവൻ നായർ, രണ്ടാമത്തത് സംഗീതത്തിൻ്റെ P ജയചന്ദ്രൻ. ഈ നഷ്ടം സ്വാഭാവികമായും ജയചന്ദ്രൻ വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയത് കൊണ്ട് സങ്കടപ്പെടേണ്ട ഒരാളല്ല. ഏതൊരു മരണവും നമ്മളെ ദുഃഖിപ്പിക്കുന്നു എന്നതുപോലെ അദ്ദേഹത്തിൻ്റെ മരണവും നമ്മളെ ദുഃഖിപ്പിക്കുന്നു. പക്ഷേ സാഹിത്യകാരന്മാരും കലാകാരന്മാരും മരണപ്പെട്ടാൽ, സംഗീതജ്ഞന്മാരും മരണപ്പെട്ടാൽ സാധാരണ പറയുന്നൊരു വാക്കുണ്ട്, അമർ രഹേ ഹേ, അമർ രഹേ ഹേ. അവർ അമരത്വത്തിലേക്ക്, അവർക്ക് മരണമുണ്ടാകുന്നില്ല, അവർ നിരന്തരം ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സാധാരണ ശൈലിയുണ്ട്. ആ ശൈലി കൃത്യമായിട്ട് നമുക്കുള്ളത്. മറ്റെല്ലാവരും കാലത്തിൻ്റെ ഓർമ്മത്തെറ്റിൽ മറന്നുപോയേക്കാം. രാഷ്ട്രീയ നേതാക്കളും ഭരണാധികാരികളുമെല്ലാം പോയേക്കാം. പക്ഷെ ആർദ്രതയും ഹൃദയവും ഉള്ളിടത്തോളം കാലം കലയും സാഹിത്യവും നിലനിൽക്കുക തന്നെ ചെയ്യും. അത്തരത്തിൽ ജയചന്ദ്രന്റെ മരണശേഷവും അദ്ദേഹം, എനിക്ക് തോന്നുന്നത് യേശുദാസ് എന്ന് പറയുന്ന അദ്വിതീയനായിരിക്കുന്ന ഒരു കലാകാരന്റെ മാസ്മരിക പ്രഭയ്ക്ക് അടുത്ത് നിൽക്കുമ്പോൾ സൂര്യന്റെ അടുത്ത് ചന്ദ്രനെ പോലെ തിളക്കം കുറഞ്ഞു പോയോ ജയചന്ദ്രന് എന്ന് സാധാരണ സംശയിക്കുന്ന ഒരു പ്രയോഗമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ യേശുദാസിന് കിട്ടിയ പാട്ടുകൾ, പാടാൻ അദ്ദേഹത്തിന് കിട്ടിയ പാട്ടുകൾ, അദ്ദേഹത്തിൻ്റെ കണ്ഠത്തിൽ കിട്ടിയ പാട്ടുകളിൽ ഒരു 40% പാട്ടുകൾ പൊട്ടപ്പാട്ടുകളാണ്, ഒന്നിനും കൊള്ളാത്ത പാട്ടാണ്. 40% പാട്ട് കിട്ടിയതെല്ലാം പാടും. അതുകൊണ്ട് നല്ല വാക്കുകളില്ലാതെ, ശ്രുതിയോ നല്ല സംവിധായകരൊന്നും ഇല്ലെങ്കിലും യേശുദാസ് കിട്ടിയ എല്ലാ പാട്ടും പാടും. 60% പാട്ടുകൾ യേശുദാസിൻ്റെ പാട്ട് സൂപ്പർ പാട്ടുകളാണ്. എന്നാൽ ഈ റേറ്റിംഗിൽ ജയചന്ദ്രൻ്റെ പാട്ട്, അദ്ദേഹത്തിന് കിട്ടിയ പാട്ടുകളിൽ 95% പാട്ടുകളും സൂപ്പർ ഹിറ്റുകളാണ്. 5% പാട്ടുകൾ മാത്രമേ ജയചന്ദ്രൻ്റെ, അത് പൊട്ടപ്പാട്ടുകളായി, അങ്ങനെ ഉണ്ടാവുമല്ലോ പൊട്ടപ്പാട്ടുകൾ. അപ്പോൾ യേശുദാസിന് കിട്ടിയ അത്രയും ചാൻസ് ജയചന്ദ്രനായിരുന്നു കിട്ടിയതെങ്കിൽ, നിങ്ങൾ ആലോചിക്കുക, അത്രയും ചാൻസ് കിട്ടിയതെങ്കിൽ നമ്മുടെ മനസ്സിൽ യേശുദാസിൻ്റെ മുകളിലുള്ള സ്ഥാനമായിരിക്കുമായിരുന്നു ജയചന്ദ്രൻ. യേശുദാസിനെ ഞാൻ ഇകഴ്ത്തി കാണിക്കുന്നതല്ല, അദ്ദേഹത്തിൻ്റെ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്, അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. പക്ഷേ ജയചന്ദ്രൻ ഒരു പാട്ട് കിട്ടിയാൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ആ പാട്ട് അതിൻ്റെ സാഹിത്യത്തിൻ്റെ ആഴം അദ്ദേഹം ഉൾക്കൊള്ളുമെന്നതാണ്. ജയചന്ദ്രൻ കേരളത്തിലെ കവിതകളെക്കുറിച്ച്, സാഹിത്യത്തെക്കുറിച്ച്
നന്നായി പഠനം നടത്തി അതിൻ്റെ അർത്ഥതലങ്ങളെപ്പറ്റി ചിന്തിച്ചൊരാളാണ്. പി ഭാസ്കരൻ എന്ന കവിയുടെ കവിതകളുടെ വരികളുടെ ആഴവും പരപ്പും എത്രത്തോളം ഉണ്ടെന്ന് മറ്റു പലരും പറയുന്നതിനേക്കാൾ നന്നായി തിരിച്ചറിഞ്ഞ ഒരാളാണ് ജയചന്ദ്രൻ. അതുകൊണ്ട് പി ഭാസ്കരന്റെ കവിതകളെക്കുറിച്ച്, പാട്ടുകളെക്കുറിച്ച് അദ്ദേഹം വളരെ ഗംഭീരമായ അഭിപ്രായം പറയാം. അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയ പാട്ടുകളിലൂടെയാണ് പല ഗാന സംവിധായകന്മാരും അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ തൊടാത്ത ഗാന സംവിധായകന്മാർ അന്ധകാലം മുതൽ, ബാബുരാജ് മുതൽ, ദക്ഷിണാമൂർത്തി മുതൽ, ദേവരാജൻ മാഷ് മുതൽ, അർജുനൻ മാഷ് മുതൽ, MS വിശ്വനാഥൻ മുതൽ ഉള്ള ആളുകൾ അന്ന് മുതൽ തുടങ്ങുന്നു. ഇന്ന് ഏറ്റവും ഒടുവിൽ പുതിയ കാലഘട്ടത്തിലെ സിനിമകളിലുള്ള പാട്ടുകളിൽ പോലും അദ്ദേഹത്തിനെ അവതരിപ്പിക്കാൻ അന്നത്തെ നമ്മുടെ സംവിധായകന്മാർക്കും സിനിമാ നിർമ്മാതാക്കൾക്കും കഴിഞ്ഞു. ആ ശബ്ദത്തിന് ഒരിക്കൽ പോലും ഇടർച്ചയോ തളർച്ചയോ വന്നിട്ടില്ല. അത്തരത്തിൽ ജയചന്ദ്രൻ എന്ന് പറയുന്നത്, എന്തിനാണ് ഈ ജയചന്ദ്രനെ അനുസ്മരിക്കുന്നത്? പാട്ടുപാടിയ പോരെ? ഈ പാട്ട് നമ്മുടെ കേരളത്തിന്റെ സംസ്കാരത്തിൽ നവീന ഭാവുകത്വത്തിൽ ചെലുത്തിയ സ്വാധീനം എന്തെന്ന് ഞാൻ പറയാം. ആ സ്വാധീനം, ഞാനൊരു മനഃശാസ്ത്ര വീക്കിലിയിൽ ഒരു മനഃശാസ്ത്രനുമായിട്ടുള്ള ഒരു ഈ അഭിമുഖത്തിൽ, അയാളുടെ പേര് ഞാൻ മറന്നുപോയി, അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, കേരളത്തിലെ ആത്മഹത്യാ പ്രവണത വല്ലാതെ കൂടുന്നൊരു നാടാണ് കേരളത്തിൽ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ആത്മഹത്യ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ ഈ ആത്മഹത്യയിൽ നിന്ന്, ആത്മഹത്യാ പ്രേരണയുള്ള ആളുകളുടെ ഹൃദയം വളരെ ലോലമായിരിക്കും. അവർക്കൊരു പാട്ട് കേട്ടാൽ തന്നെ ആ ആത്മഹത്യയിൽ നിന്ന് അവർ പിന്തിരിയും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ആത്മഹത്യാ നിരക്കിൽ 1000 ആളുകളുടെയെങ്കിലും ആത്മഹത്യയെ തടഞ്ഞ ഒരാളുണ്ട്. ഈ സാഹിത്യകാരൻ ഈ മനഃശാസ്ത്രജ്ഞൻ പറയാം, 1000 ആളുടെ ആത്മഹത്യയെങ്കിലും തടഞ്ഞ ഒരാളുണ്ട്. അതൊരു പോലീസുകാരനല്ല, ഒരു മനഃശാസ്ത്രജ്ഞനല്ല, ഒരു കൗൺസിലിംഗ് വിദഗ്ധനല്ല. അപ്പൊ ഇന്റർവ്യൂ നടത്തുന്ന ആൾ കൗതുകത്തോട് ചോദിച്ചു, അതാരാണ്? അത് ജയചന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ. ആരാണ് ഈ ജയചന്ദ്രൻ? അത് നമ്മുടെ ഗായകൻ ജയചന്ദ്രൻ. അപ്പൊ അയാൾ കൗൺസിലിങ്ങിന് പോകാറുണ്ടോ? അപ്പൊ പറഞ്ഞു, ഒരു കൗൺസിലിംഗ് വേണ്ട. മലയാളികൾക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് രാവിലെ ഉണരുമ്പോൾ അവരുടെ മനസ്സിനൊരു പ്ലസന്റ് മൈൻഡ് ഉണ്ടാക്കാൻ, അവർക്ക് നന്മയിലേക്ക്, അവർക്ക് ഉയർച്ചയിലേക്ക്, കൂടുതൽ വെളിച്ചത്തിലേക്ക് നയിക്കാൻ ജയചന്ദ്രൻ പണിതീരാത്ത വീട് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് പാടിയ ഒറ്റൊരു പാട്ട് മതി. ആ പാട്ട് കൊണ്ട് ഉണർന്നതിന്റെ പേരിൽ എത്രയോ ആത്മഹത്യകൾ ഇല്ലാതായിട്ടുണ്ട്. ആ പാട്ട് കേട്ടിട്ട് അന്ന്, ആ പാട്ട് കേട്ടൊരു മനുഷ്യൻ അന്ന് ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല, ഉറപ്പിച്ചു പറയാം. അതിന്റെ കാരണം വയലാറിന്റെ വരികളുടെ കരുത്തുണ്ട്. ആ കരുത്തിന്റെ ആഴം, വയലാർ സുപ്രഭാതം എന്നെഴുതിയാൽ, സുപ്രഭാതം രാവിലെ 6 മണി മുതൽ 8 മണി വരെ, അല്ലെ 4 മണി മുതൽ 8 മണി വരെയുള്ള ഒരു സമയമാണ് സുപ്രഭാതം. വയലാറിന് അങ്ങനെ എഴുതാൻ പറ്റൂ, സുപ്രഭാതം. പക്ഷേ അത് ജയചന്ദ്രന്റെ കയ്യിൽ കിട്ടുമ്പോഴാണ് ആ സുപ്രഭാതം സൂര്യൻ ഉദിച്ചു വരുന്നതിൻ്റെ അനുഭൂതികൾ അവതരിപ്പിച്ചത്. സുപ്രഭാതം, 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 നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ, ജ്യോതിർമയ്യാം ഉഷസ്സിന്. ആ ഉഷസ്സിന് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ പ്രഭാതത്തിന്റെ സകലമാന സൗന്ദര്യങ്ങളും. കാവ്യം ശ്രാവ്യമാണെന്നൊരു ചൊല്ലുണ്ട്. കാവ്യം ശ്രാവ്യമാണ്. ശ്രാവ്യം എന്ന് പറഞ്ഞാൽ ചെവി കൊണ്ട് കേൾക്കേണ്ടത് കൂടിയാണ്. സാധാരണ ധാരണകളുടെ കവാടബന്ധനം നടത്തി അദ്വിതീയമായ ഒരു അനുഭൂതി ലോകത്തേക്ക് മനുഷ്യനെ കൊണ്ടുപോകാൻ കഴിയുന്നതാണ് സംഗീതം. മാനവ ചരിത്രത്തിൽ കാട്ടാളത്വത്തിൽ നിന്ന് മനുഷ്യത്വത്തിലേക്കുള്ള മാറ്റത്തിൽ ശബ്ദത്തിന് ഒരു പ്രധാന പങ്കുണ്ട്. ആ ശബ്ദം നാദമായി മാറുന്ന അവസരത്തിലാണ് മനുഷ്യനായി മാറുന്നത്. 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന ഹോമോസോപ്പിയൻസ് എന്ന കാട്ടാളന്മാർക്ക്
അവർക്ക് ശബ്ദമുണ്ടായിരുന്നു, പക്ഷേ നാദമുണ്ടായിരുന്നില്ല. അവര് അട്ടഹസിച്ചുകൊണ്ടായിരുന്നു വിളിച്ചിരുന്നത്. ഏഹേ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഓഹോ എന്നായിരുന്നു വിളി കേട്ടിരുന്നത്. ഉച്ചസ്ഥായി ശബ്ദത്തിലായിരുന്നു അവരുടെ ശബ്ദങ്ങളല്ല, അവരുടെ വിളികളെല്ലാം, ആശയ സംവേദനമല്ല. പക്ഷെ കൃഷി ആരംഭിച്ചതോടുകൂടിയാണ് മനുഷ്യൻ അടുത്തിരിക്കാൻ തുടങ്ങിയത്. കൃഷി ചെയ്യുന്നതിന് മുമ്പ് വരെ മനുഷ്യൻ നടുന്നത് വരെ നാടുണ്ടായിരുന്നില്ല. അവന് നടാൻ തുടങ്ങിയപ്പോഴാണ് നാടുണ്ടായത്. തനിയെ മുളച്ചതെല്ലാം കാടാണ്, നട്ടുമുളപ്പിച്ചത് നാടാണ്. നടാത്തവൻ കാട്ടാളനും നടുന്നവൻ നാട്ടാളനുമാണ്. നടാൻ തുടങ്ങിയപ്പോഴാണ് ഇത് മുളക്കുവോ, മുളച്ചാൽ ഇത് പൂക്കുവോ, പൂത്താൽ ഇത് കായ്ക്കുവോ എന്നറിയാൻ വേണ്ടിയിട്ട് അവൻ സ്ഥിരവാസം ആരംഭിച്ചത്. അതുവരെ അവന് സ്ഥിരമായ ഒരു ഭൂമി ഉണ്ടായിരുന്നില്ല, തൻ്റെതായ ഒരു ഇടമുണ്ടായിരുന്നില്ല. എവിടെയാണോ എത്തുന്നത് അവിടെ വീണയുടെ വിഷ്ണുലോകമായി നടക്കുകയായിരുന്നു. നട്ടപ്പോ ഇത് മുളക്കുമോ എന്നറിയാൻ, മുളച്ചാൽ ഇത് പൂക്കുമോ, പൂത്താൽ ഇത് കായ്ക്കുമോ എന്നറിയാൻ വേണ്ടി ആദ്യമായിട്ട് അവൻ സ്ഥിരവാസം ആരംഭിച്ചു. ആ സ്ഥിരവാസം ആരംഭിച്ചപ്പോഴാണ് അവൻ മേൽക്കൂര ഉണ്ടാക്കിയത്. ആ മേൽക്കൂരയിൽ അടിയിലൂടെ കിടന്ന ശരീരത്തിലൂടെ വെള്ളം ഒഴുകി വരാതിരിക്കാൻ മണ്ണുവാരിക്കൂട്ടി തറയുണ്ടാക്കിയത്. ആ തറയ്ക്ക് ചുറ്റുവട്ടം ചളിക്കട്ടകൾ കൊണ്ടും പനയോലകൾ കൊണ്ടും ചുമരുണ്ടാക്കിയത്. അവിടെ അടുത്തിരുന്നപ്പോഴാണ് ദൂരെയുള്ള അട്ടഹാസത്തിന് പകരം അടുത്തിരിക്കുന്ന ആളോട് മെല്ലെ പറയാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ശബ്ദം ബേസിക്കായിട്ട് രണ്ട് ശബ്ദമുണ്ടായത്. കാട്ടാളന്റെ ഉച്ചസ്ഥായി ശബ്ദത്തിന് ഉദാത്തം എന്ന് പറയും, അടുത്തിരിക്കുന്ന ശബ്ദത്തിന് നീചസ്ഥായി അനുദാത്തം എന്നും പറയും. ഉദാത്തം അനുദാത്തം രണ്ട് ശബ്ദങ്ങൾ ഉണ്ടാവുകയാണ്. നിഷാദം കാട്ടാളന്റെ ശബ്ദമാണ്. അങ്ങനെയാണ് സപ്തസ്വരങ്ങളിൽ നീ എന്ന് പറയുന്നത് നിഷാദമാണ്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ജയേന്ദ്രന്റെ ഒരു പാട്ടും യേശുദാസിന്റെ ഒരു പാട്ടും നിഷാദവും ഷഡ്ജവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. യേശുദാസിന്റെ ഒരു പാട്ടിൽ ഗംഗേ മഹാമംഗളേ നിഷാദത്തിലേക്ക് ഒരു പോക്കുണ്ട്. ജയചന്ദ്രന്റെ ഒരു പാട്ടിൽ പാലാഴിത്തൂമങ്കി പാലാഴിത്തൂമങ്കി തൂനിലാവിൽ തേരിറങ്ങി നീ നിഷാദത്ത് പോയിട്ട് തട്ടുന്നതാണ്. ഈ നിഷാദവും ഉദാത്തോ അനുദാത്തോ എന്താന്ന് മനസ്സിലാക്കാനാണ് ഞാനിത് പറഞ്ഞത്. അപ്പൊ അത് ഉദാത്തം അനുദാത്തം രണ്ടൊച്ചയുണ്ടായി. പിന്നെ കുറച്ച് ആളുകൾ അടുത്തുകൂടിയപ്പോൾ സ്വരിതം ഉണ്ടായി. തീരെ കുറച്ചും പറയാൻ പറ്റില്ല, കുറച്ച് കൂട്ടിയിട്ടും പറയാൻ പറ്റില്ല, മധ്യസ്ഥായി. അതിനാണ് സ്വരിതം എന്ന് പറയുന്നത്. അപ്പോ നീചസ്ഥായി, ഉന്നതസ്ഥായി, മധ്യസ്ഥായി, ഉദാത്ത അനുദാത്ത സ്വരിതങ്ങൾ. ഇതൊരു സിനിമാ പാട്ടിലുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉദാത്ത അനുദാത്ത സ്വരിതങ്ങൾ. ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാലും കൈതപ്പുറം കൂടി അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് മത്സരിച്ച് പാട്ടുപാടുന്ന രംഗം. ആ പാട്ടിൽ നിഷാദത്തിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പ് മോഹൻലാലും കൈതപ്പുറവും നെടുമുടിയും കൂടി ഒരുമിച്ച് ഒരു കീർത്തനം ചൊല്ലുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് ഉദാത്ത അനുദാത്ത സ്വരിതങ്ങൾ. ഈ മൂന്ന് ശബ്ദങ്ങൾ അടിസ്ഥാന ശബ്ദമായി വന്നു. ആ ശബ്ദത്തിനിടയിൽ അനുദാത്തത്തിൻ്റെയും സ്വരിതത്തിൻ്റെയും മധ്യത്തിൽ ഒരു പന്തി, സ്വരിതത്തിൻ്റെയും ഉദാത്തത്തിൻ്റെയും മധ്യത്തിൽ രണ്ടാമത്തെ പന്തി. ഈ രണ്ട് പന്തികളിൽ പിന്നീട് സംഗീതജ്ഞന്മാർ രണ്ട് ശബ്ദങ്ങൾ കൂടി ചേർത്തു. രണ്ട് പന്തികളിൽ ഈ രണ്ട് ശബ്ദങ്ങൾ ചേർത്ത്. അപ്പൊ ആദ്യത്തെ അടിസ്ഥാന ശബ്ദം 3ഉം പിന്നെ ചേർത്ത 4ഉം. അങ്ങനെയാണ് സപ്തസ്വരങ്ങൾ ഉണ്ടാവുന്നത്. ഈ സപ്തസ്വരങ്ങളിൽ ആ ശബ്ദം, കാട്ടാളത്തിന്റെ ശബ്ദം നിഷാദമായിരുന്നു. നിഷാദൻ എന്ന് പറഞ്ഞാൽ കാട്ടാളൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ മക്കളെ ഉണർത്തുന്ന പാട്ട് ശബ്ദം ഏതാണെന്ന് നോക്കിയിട്ടാണ് അവൻ്റെ അന്നത്തെ സ്വഭാവത്തിൻ്റെ മൂഡ് നിശ്ചയിക്കുക. രാവിലെ തന്നെ സ്കൂൾ ബസ് വരേണ്ട സമയമായിട്ടും പയ്യൻ എഴുന്നേറ്റിട്ടില്ല, ഉള്ള ദേഷ്യം മുഴുവൻ പ്രകടിപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കാട്ടാളനാണ് എന്ന് പറഞ്ഞിട്ട് അട്ടഹസിച്ചാണ് വിളിക്കുക. അപ്പം അത് രാക്ഷസീയതയാണ്. മോനെ എന്ന് വിളിക്കണമെങ്കിൽ മനസ്സിൽ ഒരു
സാധാരണ പച്ച മനുഷ്യൻ്റെ മാനസികാവസ്ഥ ഉണ്ടാവും. ദേഷ്യം വരുമ്പോൾ നമ്മൾ കാട്ടാളനാവും, ദേഷ്യം കുറയുമ്പോൾ നമ്മൾ മനുഷ്യനാവും. മനസ്സിലായി? അതാ ഞാൻ പറഞ്ഞത്, കാവ്യം ശ്രാവ്യമാണ്. ഒരു കാവ്യത്തിൻ്റെ അർത്ഥം, ആ അർത്ഥം നമുക്ക് ശബ്ദത്തിലൂടെ തന്നെ തിരിച്ചറിയാൻ പറ്റും. ഇപ്പോ ഞാൻ ഒരു ഉദാഹരണം പറയാം. സർഗം എന്ന സിനിമയ്ക്ക് വേണ്ടി യേശുദാസ് പാടിയ ഒരു പ്രശസ്തമായ പാട്ടുണ്ട്, ആന്തോളനം എന്നൊരു പാട്ട്. ഈ പാട്ടിന് ഞാൻ ഒരുപാട് വേദികളിൽ ചോദിച്ചു, ആന്തോളനം എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? ആന്തോളനം എന്ന വാക്കിന്റെ അർത്ഥം അറിയുന്നവർ ഇവിടെ ആരും ഉണ്ടോ? ഒന്ന് കൈവക്കുക. ആന്തോളനം എന്ന വാക്കിന്റെ അർത്ഥം അറിയുന്നവരാരും ഉണ്ടോ? ആർക്കും അറിയില്ല. പക്ഷെ അറിയില്ലെങ്കിലും ആ പാട്ടിന്റെ ഈണം കൊണ്ട് നമുക്കത് തിരിച്ചറിയും. നിങ്ങൾ കിണറ്റിൽ വെള്ളം പറ്റിയാൽ അപ്പുറത്തെ വീട്ടിലെ കിണറ്റിൽ പോയിട്ട് അലോമനി പാത്രത്തിൽ വെള്ളം വലിച്ചു നിറക്കുക. നിറച്ചിട്ട് ഒരു പഴയ ലുങ്കി എടുത്ത് തെരിയാക്കി വെച്ചിട്ട് ആരോടും ഒന്ന് പിടിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് പിടിച്ച് തലയിൽ വെച്ച് വരും. വരുന്ന വഴിയിൽ കാലൊരു കല്ലുമ്മ കുത്തിപ്പോയി. തലയിലെ പാത്രം വെള്ളം ഉണ്ടാകുമ്പോൾ കാലൊരു കല്ലുമ്മ കുത്തിപ്പോയാൽ തലയിലെ പാത്രം വെള്ളം ആന്തോളനം ദോളനം. മനസ്സിലായോ? അതാണ് ഇത്. ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിങ്ങനെ ആന്തോളനം നടത്തും. അത് അർത്ഥം മനസ്സിലായിട്ടല്ല, അത് ഈണം കൊണ്ടാണ് നമുക്ക് അതിൻ്റെ അർത്ഥം തിരിച്ചറിയുന്നത്. അതുകൊണ്ട് സംഗീതത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് സാധാരണ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി സംഗീതം വേണ്ട. പക്ഷെ ഭാഷയ്ക്കുള്ളിൽ ദിവ്യത്വത്തിൻ്റെതായ അനിർവചനീയമായ അമേയമായ ഒരു അത്ഭുതത്തിൻ്റെ ലോകമുണ്ട്. ആ ലോകം പ്രകടിപ്പിക്കാനാണ് നമ്മൾ സംഗീതം ഉപയോഗിക്കുന്നത്. തൻ്റെ കുട്ടിയെ ഉറക്കുന്ന ഒരമ്മയ്ക്ക് ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ പോലും സംഗീതത്തിൻ്റെ മഹത്വം അറിയുന്നത് കൊണ്ടാണ്. അപ്പം അമ്മമാരുടെ 4 അക്ഷരമുണ്ട്, അറിയാം? അമ്മമാരുടെ സ്വന്തം 4 അക്ഷരം. മലയാള ഭാഷയിൽ 51 അക്ഷരങ്ങളിൽ സ്വരാക്ഷരങ്ങൾ എല്ലാ ഭാഷയിലുള്ള AEIOU, അത് നമുക്ക് കുറച്ചുകൂടി വ്യാഖ്യാനിച്ച് AEIOU 5 അക്ഷരങ്ങളെ നമ്മൾ അതിൻ്റെ ദീർഘവും കുളത്തും മറച്ചലിലൊക്കെ ആയിട്ട് 15 സ്വരമുണ്ട്. ആ ഈ ഊ എന്ന് പറഞ്ഞിട്ട് വരെ നമുക്ക് 15 സ്വരമുണ്ട്. പിന്നെ വായുടെ വിവിധ ഘട്ടങ്ങളിൽ വെച്ച് സ്പർശിച്ചിട്ട് പുറത്തേക്ക് വിടുന്ന വൈഖരിയുണ്ട്. എന്താ വൈഖരി എന്ന് പറഞ്ഞാൽ അറിയാം? വൈഖരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ 4 തട്ടുകളുണ്ട്. 1 പര, 2 പശ്യന്തി, 3 മധ്യമ, 4 വൈഖരി. പര എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു ഭാവമാണ്. ഈ ഭാവം അക്ഷരത്തിൽ നിബദ്ധമല്ല. എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ ഭാഷയില്ലാത്തവർക്കും പരയുണ്ടാവും. ഒരു കുട്ടി ജനിച്ച ഉടനെ ആ കുട്ടിക്ക് കരയുന്നു, മൂത്രമൊഴിക്കാൻ മുട്ടുന്നു. ആ കുട്ടിക്ക് മൂത്രം എന്ന വാക്കറിയില്ല, മുട്ടുക എന്ന വാക്കറിയില്ല. വിശക്കുന്നു, വിശപ്പെന്ന വാക്കറിയില്ല. പക്ഷെ വിശപ്പെന്ന വാക്കറിയാത്തവർക്ക് വിശപ്പുണ്ടാവില്ലേ? മൂത്രം എന്ന വാക്കറിയാത്തവർക്ക് മൂത്രമൊഴിക്കാൻ മുട്ടൂലേ? അത് പര എന്നാ പറയാ. മനസ്സിൽ തോന്നുന്ന ഒരു ആശയമാണ് പര. ആ പര പ്രകടിപ്പിക്കുവാൻ നമ്മളൊരു മാർഗം കണ്ടെത്തുന്നു. ആ മാർഗം അതാണ് പശ്യന്തി. കുട്ടി കരയുന്നു, ബഹളം വെക്കുന്നു, അതാണ് പശ്യന്തി. 3ാമത്തത് മധ്യമം. അതിൽ നിന്ന് മാധ്യമം എന്ന വാക്കുണ്ടായത്. മധ്യമം കേൾക്കുന്നവനും പറയുന്നവനും ഇടയിൽ ഒരു ഘടകം ഒന്നുകിൽ എഴുതി കൊടുക്കുന്നു. ഈ നോട്ടീസ് ഒരു മധ്യമമാണ്. നോട്ടീസ് പ്രിന്റ് ചെയ്ത് അവിടെയൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. മൈക്ക് അനൗൺസ്മെന്റ് ഒരു മധ്യമമാണ്. ആംഗ്യങ്ങൾ കാണിക്കുന്നത് കൈകൊണ്ട് ഇങ്ങനെ മാഷന്മാർ ഇങ്ങനെ എഴുന്നേൽക്കാൻ പറയുന്ന ഒരു മധ്യമമാണ്. ഇങ്ങനെ ഇരിക്കാൻ പറയുന്നത് മധ്യമമാണ്. ഇളിച്ചു കാട്ടുന്നത് മധ്യമമാണ്. വൃത്തികെട്ട ആംഗ്യങ്ങൾ കാണിക്കുന്നത്, കണ്ണ് തുറിച്ചു കാണിക്കുന്നതൊക്കെ മധ്യമമാണ്. 5ാമത്തത് അവിടെയാണ് വൈഖരി. നമ്മുടെ കണ്ഠനാളത്തിൽ നിന്ന് ശബ്ദതരംഗങ്ങൾ പുറപ്പെട്ട്
നിങ്ങളുടെ കർണപടത്തിൽ എത്തുന്നത് വരെയുള്ള പ്രക്രിയ ഉണ്ടല്ലോ, അതിനാണ് വൈഖരി എന്ന് പറയുന്നത്. മനസ്സിലായത്? അപ്പൊ പര, പശ്യന്തി, മധ്യമ, വൈഖരി, ഇത് ഇത്രയും കാര്യം ഉണ്ടാകുമ്പോഴാണ് നമ്മളെ വർത്തമാനം ഉണ്ടാകുന്നത്. നാദമാണ് ആദ്യം ഉണ്ടായത്. നാദം ശൂന്യതയിൽ ആദ്യം അമൃതം വർഷിച്ച നാളിൽ വയലാർ രാമവർമ്മയുടെ സർഗസംഗീതത്തിലെ ഒരു ശ്ലോകം തുടങ്ങുന്ന അങ്ങനെയാണ്. വചനമുണ്ടായി, വചനം രൂപമായി എന്നൊരു പാട്ടുണ്ട്. ആ പാട്ടിന്റെ പ്രത്യേകത അറിയാമോ? കേരള ചരിത്രത്തിൽ ഒരു പ്രത്യേകതയുള്ള ഒരു ചരിത്രമുണ്ട് ആ പാട്ടിന്. പാട്ട് എഴുതിയ ആള് തന്നെ അഭിനയിച്ച ഒരേ ഒരു പാട്ടാണ് മലയാള സിനിമ. പാട്ട് എഴുതിയ ആള് അഭിനയിച്ച ഒരേ ഒരു പാട്ടാണ് ആദിയിൽ വചനമുണ്ടായി, ആദിയിൽ വചനമുണ്ടായി, ആ വചനം രൂപമായി, ആദിയിൽ വചനമുണ്ടായി. ഇത് വയലാർ രാമവർമ്മയാണ് ആ രംഗത്ത് അഭിനയിച്ചത്. ശബ്ദമാണ് ആദ്യം ഉണ്ടായത്. പിന്നെ ശബ്ദം ചിത്രങ്ങളായി മാറുന്നത് ഏറെ കാലം കഴിഞ്ഞിട്ടാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എഴുത്തുകാരനേക്കാൾ പ്രാധാന്യം പാട്ടുകാരനാണെന്ന് മനസ്സിലാക്കണം. പാട്ടുകാരനാണ് ആദ്യം ഉണ്ടായത്, എഴുത്തുകാരൻ പിന്നെ ഉണ്ടായത്. നമ്മുടെ നാടൻ പാട്ടുകളൊന്നും ആരും എഴുതി വെച്ചതല്ല. കലാഭവമണിയുടെ പാട്ടല്ല, കലാഭവമണിയുടെ പാട്ടൊന്നും നാടൻ പാട്ടുകളല്ല. നാടൻ പാട്ടിന്റെ ഈണത്തിലും അതിന്റെ ഭാവത്തിലും അവതരിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. നാടൻ പാട്ട് ഏതെങ്കിലും ഒരു മനുഷ്യന് എഴുതിയുണ്ടാക്കിയതല്ല. കർഷകരുടെയും തൊഴിലാളികളുടെയും പണിക്കാരുടെയും പാവങ്ങളുടെയും സങ്കടമുള്ളവരുടെയും ഒക്കെ വായ്ത്താരി പാട്ടുകളിൽ നിന്ന് പുറപ്പെട്ട് അതിൽ നിന്ന് അക്ഷരങ്ങൾ ഉണ്ടായതാണ് നാടൻ പാട്ടുകളല്ല. നാടൻ പാട്ടുകളൊന്നും ആരും ബോധപൂർവം എഴുതിയുണ്ടാക്കിയതല്ല. അപ്പൊ എഴുത്തുകാരല്ല ആദ്യം ഉണ്ടായത്, പാട്ടുകാരാണ് ആദ്യം ഉണ്ടായത്. പാട്ടിന് പിന്നെ എഴുത്തായി മാറിയതാണ്. ഈ പാട്ടിന്റെ ഒരു പരിമിതി എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ മൊബൈൽ ഫോണും റെക്കോർഡിംഗ് സംവിധാനവും ക്യാമറയൊക്കെ ഉള്ളത് കൊണ്ട് പാട്ട് നമുക്കവിടെ നിൽക്കും. നാദം ആദ്യം ഉണ്ടായപ്പോൾ നാദത്തിന്റെ പരിമിതി ഉണ്ടാവുമ്പോൾ തന്നെ ഇല്ലാതാവും. കാലത്തിനും ദേശത്തിനും അപ്പുറത്തേക്ക് ഈ നാദത്തെ കൊണ്ടുപോകാൻ ഒരു മാർഗവുമില്ല. കാലത്തിനും ദേശത്തിനും അപ്പുറത്തേക്ക് നാദത്തെ കൊണ്ടുപോകാൻ മാർഗമില്ല. ഞാനിപ്പോ ഇവിടുന്ന് പ്രസംഗിക്കുന്നത് ഓലയമ്പലം ടൗണിന്റെ അങ്ങേ തലവരെ കേൾക്കുമെന്നല്ലാതെ അതിന്റെ അപ്പുറത്ത് കമ്പ്യൂട്ടർ ഷാപ്പിലോ ഇങ്ങ് ഡോക്ടർ മുക്കിലോ കേൾക്കില്ല. അതിന്റെ അപ്പുറത്ത് കേൾക്കില്ല. ദേശപരിമിതിയുണ്ട്, കാലപരിമിതിയുണ്ട്. ഞാനിപ്പോ പറഞ്ഞത് ഇപ്പൊ തന്നെ മരിച്ചു വീഴുകയാണ്, റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിൽ മരിച്ചു വീഴുകയാണ്. അപ്പൊ നമ്മുടെ ആശയങ്ങളും നമ്മുടെ ആനന്ദങ്ങളും സന്തോഷങ്ങളെല്ലാം കാലത്തിനും ദേശത്തിനും അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ എന്തുണ്ട് മാർഗമെന്ന് അന്നത്തെ ആദിമ മനുഷ്യൻ ചിന്തിച്ചതിന്റെ ഫലമായിട്ടാണ് അവൻ അക്ഷരങ്ങൾ കണ്ടെത്തിയത്. അതിനെക്കുറിച്ച് ONV കുറുപ്പ് എഴുതിയ മനോഹരമായ ഒരു കവിതയുണ്ട്. സുന്ദരമായ കവിതയാണ്. കാട്ടാളന്റെ മുന്നിൽ ഒരു തൂവല് വീണപ്പോ ഈ തൂവൽ എന്തിനാണെന്ന് ചോദിക്കുന്നതും, അപ്പോ പക്ഷി പറയുന്നത് നീ തൂലികയാക്കിയിട്ട് നിന്റെ ആശയങ്ങൾ എഴുതി വെക്കൂ എന്ന് പറയുന്നതും, എഴുതാൻ മഷി എവിടെയെന്ന് ചോദിച്ചപ്പോ കദളിച്ചെടി കൈമാടി വിളിച്ചിട്ട് എന്റെ കറുത്ത കായകൾ പിഴിഞ്ഞെടുത്തിട്ട് അതിൽ മുക്കി എഴുതിക്കോളൂ എന്ന് പറയുന്നതും, ആ എഴുതാൻ കടലാസ് വേണ്ടേ എന്ന് ചോദിച്ചപ്പോ പൂതണക്ക് എന്ന് പറയുന്ന ഒരു മരമുണ്ട്, സംസ്കൃതത്തിൽ അതിന് ഭൂർജവൃക്ഷം എന്ന് പറയും. പൂതണക്കിന്റെ തൊലി കിഴങ്ങിന്റെ തൊലി പോലെ പലയട്ടി പൊളിച്ചെടുക്കാം. പൂതണക്ക് പറഞ്ഞു എന്റെ തൊലി പൊളിച്ചിട്ട് അതിൽ എഴുതിക്കോ എന്ന് പറയുന്നതും, അടുത്തത് എന്താ എഴുതേണ്ടതെന്ന് ചോദിക്കുന്നതുമായ ഒരു കവിതയുണ്ട്. ചിറകിൽ നിന്നൊരു തൂവലൻ മുന്നിലിട്ടു പോയൊരു പക്ഷി ഇതു നീ എടുത്തുകൊള്ളുക, കദളിപ്പൂച്ചെടി അതിൻ കായ്മണികൾ നീട്ടി ഇതിലെഴും ചായമെടുത്തുകൊള്ളുക, ഒരു ഭുർജ തരുവോതി എൻ സ്നിഗ്ധ ചർമ്മത്തിൻ ചിന്തീതാ നീ എടുത്തുകൊള്ളുക, പറയൂ ഞാനെന്തേ കുറിച്ചു തരേണ്ടതെന്നറിയാതെ ചോദിച്ചു പോയ നേരം ഉത്തരം കേട്ടു കുറിച്ചു വയ്ക്കൂ ഞങ്ങൾക്കിത്തിരി സ്നേഹത്തിനക്ഷരങ്ങൾ, ഉത്തരം കേട്ടു കുറിച്ചു വയ്ക്കൂ ഞങ്ങൾക്കിത്തിരി സ്നേഹത്തിനക്ഷരങ്ങൾ. ONV കുറുപ്പിന്റെ കവിതയുടെ ആദ്യ ഭാഗമാണ് ഞാൻ പറഞ്ഞു വന്നത്. നാദത്തിലൂടെയാണ് ഭാവങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിരുന്നത്. പിന്നീട് മനസ്സിന്റെ ബോധ്യത്തിലൂടെ ആ ഭാവങ്ങൾ അമൃതമാക്കാൻ പിന്നെയാണ് എഴുത്തുണ്ടായത്. പാട്ടാണ് ആദ്യം ഉണ്ടായതെന്നർത്ഥം. ആ നാദം രൂപമായി മാറുന്നു. നാദത്തിന്റെ പ്രത്യേകത, നമ്മൾ രാവിലെ എന്ന് പറഞ്ഞാലും രണ്ടർത്ഥം.
രാവിലെ എന്ന് പറഞ്ഞാൽ 8 മണി വരെ രാവിലെയാണ്. രാവിലെ എന്ന് പറഞ്ഞാൽ 6 മണിക്ക് മുമ്പാണ്. രാവിലെ എന്ന് എഴുതാൻ പറ്റില്ല. ഞാനൊരു സ്കൂളിൽ ക്ലാസ് എടുക്കുവാൻ രാവിലെ എന്ന് എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോ ഒരു കുട്ടി നോട്ട് ബുക്ക് കൊണ്ട് എഴുന്നേറ്റ് പറഞ്ഞു, സാറേ രാവിലെ എന്ന് എഴുതുമ്പോൾ കടലാസ് കയറിപ്പോയി, അമർത്തി എഴുതിയത്. ശബ്ദം മാറുമ്പോൾ അർത്ഥം മാറും. ഇപ്പൊ പോയാല് നമ്മുടെ ചെന്നൈ മെയിൽ കിട്ടുമോ? ഇപ്പൊ പോയാൽ ഒരാൾ പറഞ്ഞു കിട്ടും. അത് ഒരു ഓട്ടോറിക്ഷക്കാരൻ കേട്ടിട്ട് പറയാം കിട്ടും കിട്ടും. 2 ആള് കിട്ടുന്ന പറഞ്ഞു. പക്ഷെ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞത് കിട്ടൂല എന്നാ. എങ്ങനെയാ മാറിയത്? എഴുതാൻ പറ്റുമോ? കിട്ടും എന്ന് എഴുതാൻ പറ്റില്ല. ശബ്ദം മാറുമ്പോൾ അർത്ഥം മാറും. അതുകൊണ്ട് ശബ്ദം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. മലയാളികൾക്ക് ഭാവുകത്വം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ ചങ്ങമ്പുഴയും വൈലോപ്പള്ളിയും ഒക്കെ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ ആ കവിതകളൊക്കെ അക്കാദമിക തലത്തിൽ പാടിയിരുന്നു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് സാധാരണ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നത് എങ്ങനെയാണ്? ആ കടന്നു വന്നത് കേരളത്തിൽ ഒരു സുവർണ കാലമുണ്ടായിരുന്നു. ആ കാലം മലയാളത്തിന് സ്വന്തമായ സിനിമകൾ തമിഴിന്റെയും ഹിന്ദിയുടെയും പതിപ്പുകളാക്കിയിട്ട് മാത്രമുള്ള സിനിമകളല്ല. പണ്ടത്തെ മലയാളം പാട്ട്, സിനിമാ പാട്ടുകളെല്ലാം ഹിന്ദി പാട്ടുകളുടെ റീമേക്കായിരുന്നു. പിന്നെ നമ്മുടെ CN ചന്ദ്രേട്ടന്റെ മൊബൈലിൽ സ്ഥിരം റിംഗ് ടൗൺ ആയ ഒരു പാട്ടുണ്ടായിരുന്നല്ലോ, സുഹാനി രാത് ഢൽ ചുക്കി എന്നൊരു പാട്ട്. ആ പാട്ടിന്റെ മലയാള പാട്ട് അകാലേ ആരും കൈവിടും നീ താനേ നിൻ സഹായം എന്ന പാട്ട്. തമിഴിലും ഹിന്ദിയിലുള്ള പാട്ടുകളുടെ ഈണമായിരുന്നു മലയാളത്തിലെ പാട്ട്. അതിനെ അട്ടിമറിച്ചത് രാഘവ മാഷാണ്, ദേവരാജ മാഷ. നമ്മുടെ സ്വന്തം ഈണങ്ങൾ കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലേക്കിയ സുന്ദരി എന്ന പാട്ടാണ് മലയാള സിനിമയുടെ നാഴികക്കല്ലിലേക്ക് മാറിയത്. വലിയ മാറ്റമായിരുന്നു. നമ്മുടെ നാട്ടിലുള്ള സാധാരണ മനുഷ്യരുടെ ഹൃദയത്തിൽ തൊള്ളിക്കളിക്കുന്ന ഈണങ്ങളാണ് ആ പാട്ടിൽ അദ്ദേഹം അവതരിപ്പിച്ചത്. അത്തരത്തിൽ മലയാള സിനിമയിൽ നല്ല എഴുത്തുകാർ, നല്ല സംവിധായകന്മാർ, നല്ല പാട്ടുകാർ, സംവിധായകന്മാരാവട്ടെ, സിനിമാ സംവിധായകന്മാരാവട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചോ, മലയാള സിനിമയിൽ ആദ്യം സിനിമേന്റെ കഥയല്ല ഷൂട്ട് ചെയ്യുക, ഏറ്റവും ആദ്യം ഷൂട്ട് ചെയ്യുക പാട്ടിന്റെ രംഗമാണ്. പാട്ടിന്റെ രംഗം ഷൂട്ട് ചെയ്ത് പാട്ടങ്ങ് ആദ്യം കൊടുക്കും. ഈ പാട്ടിലൂടെയാണ് നമ്മൾ അറിയപ്പെടുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, നഖക്ഷതങ്ങൾ എന്ന സിനിമ MT യുടെ സിനിമയാണ്. ആ സിനിമ കേരളത്തിൽ അന്ന് ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് വിരുത്തത്തിൽ ജയചന്ദ്രൻ പാടിയ ഒരു പാട്ടുണ്ടായി. വിരുത്തം എന്ന് പറഞ്ഞാൽ കവിത ചൊല്ലാൻ ജയചന്ദ്രൻ അതിസമർത്ഥനാകട്ടെ. വള്ളത്തോൾ നാരായണ മേനോന്റെ മറ്റൊരാളല്ല എന്ന ഒരു കവിതയുണ്ട്. പേരാറ്റുവക്കിൻ കലാമണ്ഡല പെരുമഴിയിൽ എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. ആ കവിത യഥാർത്ഥ മാർക്സിസമാണ്. ആ കവിത കഴിഞ്ഞാൽ തുംഗസൗഭാഗ്യസ്ഥരാം മഹാത്മാക്കളെ, നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ഒരു സൗഭാഗ്യത്തിനും ഈ ഒട്ടിയ വയറിന് പകരം വെക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ഒരു കവിതയുണ്ട്. ആ കവിത അതിന്റെ യഥാർത്ഥത്തിലുള്ള ഭാവത്തിൽ ജയചന്ദ്രൻ പാടിയിട്ടുണ്ട്. നല്ല കവിതയാണ്. പേരാറ്റുവക്കിൽ എന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ആ കവിത മൊത്തം കിട്ടും. നല്ല മനോഹരമായ ഒരു 1000 പ്രസംഗം നടത്തിയതിനേക്കാൾ ഗുണം ചെയ്യുന്ന ഒരു കവിതയാണ്. വള്ളത്തോൾ എഴുതിയ കവിതയാണ്. ഒരു വയലാറും P. ഭാസ്കരനും എഴുതിയ കവിതയല്ല, വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയ കവിതയാണ്. അതുകൊണ്ട് ആ കവിതയൊക്കെ പാടിയത് കൊണ്ടാണ് നഖക്ഷതങ്ങൾ എന്ന സിനിമയിൽ ഒരു വിരുദ്ധത്തിൽ ഒരു പാട്ട് ജയചന്ദ്രനെ കൊണ്ട് അവതരിപ്പിക്കുന്നു. വ്രീളാഭരിതയായി വീണ്ടും ഒരു പുലർവേള കൺചിമ്മി ഉണർന്നു, പൂവും പ്രസാദവും നീട്ടി നിൽക്കുമ്പോഴും ഏതോ വിഷാദം വിതുമ്പി നിന്നു. ഒരു പ്രഭാതത്തെ, വ്രീളാഭരിതയായ ഒരു പ്രഭാതത്തെ എത്ര പ്ലസന്റ് ആയിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്.
ആ തുടങ്ങിയിട്ട് പിന്നീട് വിഷാദത്തിലേക്ക് പെട്ടെന്ന് മാറുന്നു കണ്ടോ. ഏതോ വിഷാദം വിതുമ്പി നിന്നു, നെഞ്ചിലേതോ വിഷാദം വിതുമ്പി നിന്നു, ഒന്നാവിരൽ തൊട്ട മാത്രയിൽ മൺകുടം പൊന്മണിത്തമ്പുരുവായി, ഉഷസന്ധ്യതൻ സംഗീതമായി, ഉഷസന്ധ്യതൻ സംഗീതമായി, ഹൃദയത്തിൻ കനി പിഴിഞ്ഞ ചായത്തിൽ എഴുതിയ ചിത്രം മുഴുമിച്ചില്ലല്ലോ, മുഖം വരയ്ക്കുവാൻ മുതിരുമ്പോൾ രണ്ട് മുഖങ്ങളൊന്നൊന്നായി തെളിയുന്നു മുന്നിൽ, വിരലുകൾ കത്തും തിരികളാവുന്നു, ഒരു ചിത നെഞ്ചിൽ എരിഞ്ഞു താഴുന്നു, ഒരു നിശാഗന്ധി ഒഴുകും യാമമായി, ഒരു മൗനം തേടി മൊഴികൾ യാത്രയാ. ആ നക്ഷതങ്ങൾ എന്ന സിനിമയുടെ മൊത്തത്തിലുള്ള പ്രമേയം ഒറ്റ പാട്ടിൽ അവതരിപ്പിക്കുന്നുണ്ട്. മൊത്തത്തിലുള്ള പ്രമേയം ONV-യുടെ രചനയുടെ അത്ഭുതമാണ്. പക്ഷെ ആ ആലാപനത്തിൽ ഒരു പ്രണയം ആരംഭിക്കുകയും ആ പ്രണയ നദിയിൽ മറ്റൊരു പൂന്തിങ്കൾ നീരാടാൻ വരികയും ചെയ്യുന്നുണ്ട്. അതാണ് നിലയിൽ നീരാടുവാൻ നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളെ. ഒരു ഊമയായ പെണ്ണ് ഈ പുഴയിൽ ഇവന്റെ നമ്മുടെ വിനീത് അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പ്രണയത്തിലേക്ക് വരുന്ന അതാണ് രംഗം. ആ വിനീതിനോട് ഇവൾക്ക് പ്രണയം തോന്നാൻ കാരണം എന്താണെന്നറിയോ? ആ കാരണം അതും ജയചന്ദ്രന്റെ ഒരു പാട്ടിൽ പറയുന്നുണ്ട്. കേവല മർത്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണു നീ. അതും ജയചന്ദ്രൻ. മർത്യഭാഷ കേൾക്കാത്തവളെ മർത്യഭാഷ കേൾപ്പിക്കുന്ന പാട്ടായിരുന്നു അത്. അംബരശ്രുസരസിൽ നീണ്ടിടും ഹംസഗീതങ്ങളില്ലയോ, തപ്തസാഗരത്തിൻ അഗാധ നിശബ്ദ ചാരുതയില്ലയോ ഇല്ലയോ എന്ന പാട്ട് ജയേന്ദ്ര പാടുമാണ്. ഈ പാട്ടുകളാണ് ആദ്യം ഇറങ്ങിയത്. അന്ന് ആ പാട്ട് കേട്ടിട്ട് ഗ്രാമീണ തലത്തിലുള്ള സ്ത്രീകളടക്കം ആ സിനിമ കാണാത്ത മലയാളികളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആദ്യം പാട്ടിന്റെ രംഗമായിരുന്നു ആദ്യം ഷൂട്ട് ചെയ്തിരുന്നത്. പാട്ട് ആദ്യം ഷൂട്ട് ചെയ്യും. അതുകൊണ്ട് മലയാള സിനിമാ ലോകം പാട്ടിന് പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ പ്രഗത്ഭമായിരിക്കുന്ന കവിതകളുടെ ആർദ്രതയും ഭാവുകത്വവും അനുഭൂതിയുടെയും തലങ്ങൾ സാധാരണക്കാരൻ എത്രയാൾ സ്കൂളിൽ പോയിട്ട് ഈ കവിത വായിക്കും, എത്രയാൾ അതിന്റെ അർത്ഥതലങ്ങൾ ആസ്വദിക്കും. അതൊക്കെ വളരെ പരിമിതമായി വളരെ ചെറിയ ശതമാനം ആളുകൾക്കാണ്. ആ ചെറിയ ശതമാനം ആളുകളുടെ ഉള്ളിൽ പ്രണയത്തിന്റെ മനോഹരമായ ശാദ്വല ഭാവങ്ങൾ എത്തിച്ചു തന്നത് ജയചന്ദ്രനെ പോലുള്ള, യേശുദാസിനെ പോലുള്ള, എസ് ജാനകിയും സുശീലയും മാധുരിയും അതുപോലെ വാണി ജയറാമും ചിത്രയും അടക്കമുള്ള ഒട്ടനേകം ഗായകരാണ് ഈ പ്രണയത്തെയും ഭാവുകത്വത്തെയും വികേന്ദ്രീകരിച്ചത്. ആ വികേന്ദ്രീകരിച്ചതിൽ ജയചന്ദ്രന്റെ സ്ഥാനം എന്താണ് എന്ന് പറഞ്ഞാൽ നിർത്താം. ജയചന്ദ്രന്റെ സ്ഥാനം മറ്റു പാട്ടുകളെല്ലാം ചിത്രങ്ങളായിരുന്നുവെങ്കിൽ, ചിത്രശാലകളായിരുന്നുവെങ്കിൽ ജയചന്ദ്രന്റെ പാട്ടുകൾ ശില്പശാലകളായിരുന്നു. അതാണ് വ്യത്യാസം. യേശുദാസിന്റെ പാട്ട് കേൾക്കുമ്പോൾ മനോഹരമായ സീനുകൾ നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരും. സീനുകൾ മനസ്സിലേക്ക് തെളിഞ്ഞു വരും. എന്നിങ്ങനെ ചിത്രശിലാപാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു, അതിൽ നിത്യമെനിക്കാരാധിക്കാൻ നിന്റെ വിഗ്രഹം കണ്ടെടുത്തു. കാമിനി വിഗ്രഹം കണ്ടെടുത്തു. അത് വിഗ്രഹം. പക്ഷെ ആ വിഗ്രഹത്തിന്റെ ചിത്രമേ നമ്മുടെ മനസ്സിലുള്ളൂ. എന്നാൽ അതിന്റെ ത്രിമാന ചിത്രത്തിലേക്ക് കൊണ്ടുപോകുന്ന കാണുന്നു.
ജയചന്ദ്രന്റെ ശബ്ദത്തിലേക്ക് വരുമ്പോ അതിന്റെ ത്രിമാന ചിത്രം കിട്ടുന്നു. സ്വർണ്ണഗോപുര നർത്തകീ ശില്പം കണ്ണിനു സായൂജ്യം നിൻ രൂപം. ഏതൊരു കോവിലും ദേവതയാക്കും, ഏതു പൂജാരിയും പൂജിക്കും നിന്നെ, ഏതു പൂജാരിയും പൂജിക്കും. സ്വർണ്ണഗോപുര അത് ശില്പത്തിലേക്ക് മാറുന്നു. ഊട്ടിയിൽ ഒരിക്കൽ പോലും പോയിട്ടില്ലാത്ത ഒരു മനുഷ്യൻ മനസ്സിൽ സങ്കല്പിച്ചിട്ട് ദൊടപെട്ട പീക്കിന്റെ പരിസരത്തുള്ള മേഘങ്ങളെ കുറിച്ചൊരു വരി എഴുതി. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ദൊടപെട്ട പീക്ക് ഊട്ടിയിലെ ഏറ്റവും ഉയരമുള്ള കുന്നാണ്. ആ കുന്നിന്റെ പരിസരത്ത് മേഘങ്ങൾ ഇങ്ങനെ ചുറ്റിപ്പറക്കും. ആ ചുറ്റിപ്പറക്കുന്ന മേഘങ്ങളിൽ രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ ആ മേഘം അവിടെ പോയാലും മേഘം താഴെയും നമ്മൾ മേലെയായിരിക്കും. മേഘങ്ങളുടെ പുറം ഭാഗം കാണാൻ പറ്റും അവിടെ പോയാൽ. ആ പ്രഭാതത്തില് ഒരു അത്ഭുത കാഴ്ചയുണ്ടാവും. ഈ മേഘങ്ങളുടെ ഒരു മുഖത്ത് സൂര്യകിരണങ്ങൾ തട്ടുമ്പോ ആ മുഖം ജ്വലിക്കും. അപ്പൊ ആ ജ്വലിക്കുന്ന മുഖത്തെ ജയചന്ദ്രൻ അവതരിപ്പിക്കുക. വയലാർ എഴുതിയതാണ്. ജ്വാലാമുഖികളെ നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ ജ്യോതിർമയ്യാം ഉഷസ്സിന് വെള്ളിച്ചാമരം വീശുന്ന മേഘങ്ങൾ. ആ മേഘങ്ങളോട് സുപ്രഭാതം എന്ന് പറയുന്ന ശബ്ദമുണ്ടല്ലോ. ഈ പാട്ട് കേരളത്തിൽ എല്ലാ കാലത്തെയും സാധാരണ മനുഷ്യരുടെ മോട്ടിവേഷൻ ഗാനമാണ്. നിങ്ങൾ അമ്പലത്തിലെ ഒരു പ്രാർത്ഥന കേട്ടില്ലെങ്കിലും, പള്ളിയിൽ പോയിട്ട് ഒരു ഗാനം കേട്ടില്ലെങ്കിലും, നിങ്ങൾ ഒരു വയത് കേട്ടില്ലെങ്കിലും, ഈ ഒരു പാട്ട് കേട്ടാൽ നിങ്ങളുടെ ഒരു ദിവസത്തെ മൂഡ് നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും. 1000 താമരത്തളിരുകൾ വിടർത്തി അരയന്നങ്ങളെ വളർത്തി, വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വനസരോവരമേ സരോവരമേ സരോവരമേ, നിന്റെ നീലവാർമുടി ചുരുളിന്റെ അറ്റത്ത് ഞാൻ എൻ്റെ പൂവെന്ന് ചൂടിച്ചോട്ടെ ആഹാഹാ എന്ന് ഇയാള് പാടണ്ട. ആ പ്രയോഗം കേൾക്കുമ്പോ കേൾക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് കിട്ടുന്നതിന്റെ പ്രതിധ്വനിയാണ് ആഹാഹാ ഓഹോഹോ എന്ന്. ഒരു പുഴ ഒഴുകുന്നത് കടലിൽ ചേരാനല്ല, നമ്മുടെ ജീവിതം മരണമാകുന്ന കടലിലേക്ക് വിലയം പ്രാപിക്കാനല്ല. മരണത്തിനെത്തുന്നതിന് മുമ്പ് പോകുന്ന പോക്കിലെ വഴിയിലുള്ള വഴിയോരത്തുള്ള പുഷ്പങ്ങളെ താരാട്ടുപാടി ഉറക്കാനാണെന്നുള്ള അതിമനോഹരമായ ഒരു പാട്ടുണ്ട് ജയേന്ദ്രൻ പാടിയത്. അതൊക്കെ കേരളത്തിന്റെ ഫിലോസഫിക്കൽ ഗാനങ്ങളാണ്. ജയേന്ദ്രന്റെ പാട്ടുകളുടെ പ്രത്യേകത ഏതൊരു വരിയുടെയും ഫിലോസഫിക്കലായിരിക്കുന്ന ആഴം നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് അതിസുന്ദരമായിട്ട് പ്രവേശിപ്പിക്കുവാൻ കഴിയുന്നു എന്നതാണ്. അതാണ് കല്ലോലിനി വനകല്ലോലിനി നിന്തീരത്തു വിടരും ദുഃഖ പുഷ്പങ്ങളെ താരാട്ടു പാടിയുറക്കൂ ഉറക്കൂ എന്നൊരു പാട്ട്. മറ്റൊരു ഫിലോസഫിക്കൽ ഗാനം. മനുഷ്യരുടെ ജീവിതം എത്ര രസം ആണ്. ജീവിതം വെറുതെ ഇങ്ങനെ കരഞ്ഞു തീർക്കാനല്ല, ആസ്വദിച്ചിടണമോരോ വരിയും ആനന്ദ സന്ദേശരസ മധുരം. അടുത്ത വരി. ഇന്നോ നാളെയോ വിളക്കു കേടും പിന്നെയോ ശൂന്യമാം അന്ധകാരം കാവ്യപുസ്തകമല്ലോ ജീവിതം, അതിൽ കണക്കെഴുവാക്കാൻ ഏടുകളെവിടെ എന്നൊരു പാട്ട്. ഇത്തരത്തിൽ എത്രയെത്ര മനോഹരമായ ഫിലോസഫിക് ഗാനങ്ങളാണ് ജയചന്ദ്രൻ പാടിയത്. അദ്ദേഹത്തിന്റെ പ്രണയഗാനങ്ങൾ, അദ്ദേഹം ഒരാളെ വിളിക്കുമ്പോ അലിഞ്ഞു പോകുന്നു. കാലുകൊണ്ട് നിലത്ത് വട്ടം പരക്കുന്ന കാമുകിമാരുള്ള കാലത്ത് പൂന്നേന്തു മുഖിയോടമ്പലത്തിൽ വെച്ച് പൂജിച്ച ചന്ദനം ഞാൻ ചോദിച്ചു,
കൺമണി അതു കേട്ടു നാണിച്ചു നാണിച്ചു കാൽനഖം കൊണ്ടൊരു വര വരച്ചു എന്ന് പറയുന്നു. അപ്പോ വളരെ മെല്ലെ തുടങ്ങിയതാണ് അദ്ദേഹം. എങ്ങനെയാ? മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി താഴ്ന്നു തുടങ്ങിയത്. ധനുമാസ ചന്ദ്രിക വന്നു. ഇതാണ് അദ്ദേഹം പാടിയ ആദ്യത്തെ പ്രശസ്തമായ പാട്ട്. അതിൽ തുടങ്ങിയിട്ട് അവസാനം രാഗം കണ്ണിൽ മോഹം നൽകി, മോഹം കണ്ണിൽ പ്രേമം നൽകി, പ്രേമം കണ്ണിൽ രാഗം. നമ്മുടെ അതിൻ്റെ ഒരു പാട്ടില്ലേ? ആ പാട്ട് ജയചന്ദ്രന്റെ കാലം തീർന്നു എന്ന് വിചാരിച്ചിരുന്ന ആ തലമുറ കേരളത്തിലെ സകല ക്യാമ്പസുകളിലും പാടിത്തുള്ളിയൊരു പാട്ടാണ് പാടു നാട്ടുമൈനേ എന്ന പാട്ട്. ആ പാട്ട് നിറം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പാടിയ പാട്ടാണ്. പിന്നീട് അദ്ദേഹത്തിന് മരിക്കുന്നതിന് കുറച്ചു കാലം മുമ്പ് വരെ എത്ര പാട്ടുകൾ അദ്ദേഹം. യുവാക്കളുടെ ശബ്ദവും അദ്ദേഹത്തിന് ഇണങ്ങും. ഈ പ്രായത്തിലും നരച്ചു നിൽക്കുമ്പോഴും ഇണങ്ങുമെന്ന് ബോധ്യപ്പെടുന്നതിന് അദ്ദേഹം ഒരുപാട് പാട്ടുകൾ കിട്ടി. പക്ഷേ ലളിതഗാനം എന്ന് പറയുമ്പോൾ മലയാളിയുടെ ചുണ്ടിൽ ആദ്യം വരുന്നൊരു പാട്ട്. ലളിതഗാനം എന്ന് വരുമ്പോൾ മലയാളിയുടെ ചുണ്ടിൽ ഇന്ന് മകളാണോ ഭാര്യയാണോ എന്ന് തിരിച്ചറിയാതെ വണ്ണം ഒരു പാട്ട് പാടിയിട്ടുണ്ട് ജയചന്ദ്രൻ. കേട്ടിട്ടുണ്ട്? ഒരു അച്ഛനെ സംബന്ധിച്ച് മകളോട് പാടുന്നത് പോലെ, ഒരു ഭർത്താവിനെ സംബന്ധിച്ച് ഭാര്യയോട് കാമുകിയോട് പാടുന്നത് പോലെ, അമ്മയെ സംബന്ധിച്ച് മകനെ പാടി ഉറക്കുന്നത് പോലെ ഒരു പാട്ടുണ്ട്. തൻ്റെ കുഞ്ഞ് ഉറങ്ങുമ്പോ കുയിലേ നിന്റെ പാട്ടിന്റെ ശ്രുതി താഴ്ത്തണേ, എന്റെ മോൻ ഉറങ്ങുകയാണെന്ന് പറയുന്നത്. നിലാവേ നിന്റെ ശിശിരരശ്മികൾ ജാലകപ്പഴുതിലൂടെ ഇറങ്ങി വന്നിട്ട് എൻ്റെ കുഞ്ഞിന്റെ കൺപോളകളിൽ സ്പർശിച്ചിട്ട് അവന്റെ സ്വപ്നങ്ങളുടെ നിറം കെട്ടു പോകാതിരിക്കാൻ നിലാവേ നിന്റെ വോൾട്ടേജ് കുറക്കണേ എന്നൊരു പാട്ട്. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരിതാഴ്ത്തു ശാരദ നിലാവേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. ഈ പാട്ടിന്റെ വാത്സല്യഭാവമാണോ പ്രണയഭാവമാണോ എന്ന് തിരിച്ചറിയാത്ത വിധം അവതരിപ്പിച്ച ഒരു അദ്വിതീയമായ ഭാവമാണ് ജയചന്ദ്രന്റെ പാട്ട്. അടുത്ത വരിയുണ്ടല്ലോ, നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന രോമലാളുടെ ഉറക്കത്തിന് ഭംഗമുണ്ടാകാതിരിക്കാൻ ഉച്ചത്തിൽ മിടിക്കൊല്ലെ നീ എൻ്റെ ഹൃദന്തമേ, സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ, താരാട്ടിനനുയാത്ര നിദ്രതൻ പടിവരെ, താമര മലർമിഴി അടയും വരെ. ആ മലർമിഴി അടഞ്ഞുപോയി. ആ മനോഹരമായ കാഴ്ചപ്പാടുകൾ, ആന്തരികമായ ഭാവുകത്വത്തിന്റെ കാഴ്ചകൾ അടഞ്ഞുപോയി. അതുകൊണ്ടാണ് എല്ലാ പരിപാടിയും മാറ്റിവെച്ചിട്ട് ഞാൻ ജയചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട്, അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ വളരെ ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട്. പാലിയത്ത് വളപ്പിൽ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിൽ ഞാനിവിടെ പങ്കെടുത്തു. ആ താമര മലർമിഴി അടഞ്ഞു കിടക്കുന്ന കാഴ്ച എനിക്ക് കാണാൻ പറ്റി. അദ്ദേഹം എല്ലാ സംവിധായകരുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അദ്ദേഹം പാടിയതെല്ലാം സൂപ്പർ ഹിറ്റ് ഗായകൻ. ദേവരാജ മാഷുടെ പാട്ടാണ് ഞാനിപ്പം പറഞ്ഞ കളിത്തോഴൻ എന്ന സിനിമയിലെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തു. അതിൽ പ്രേമ ചകോരി ചകോരി ചകോരി, ഇദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ വിളിച്ചാൽ ഒരു പെണ്ണിനും പ്രണയം നിഷേധിക്കാൻ പറ്റുന്നില്ല. നുണക്കുഴിക്കവിളിൽ നഖചിത്രമെഴുതും താരേ താരേ. ആ പാട്ട് കേൾക്കുമ്പോ കല്ലോലിനി എന്ന് കേൾക്കുമ്പോ അഷ്ടപതിയിലെ ഗായികേ എന്ന് കേൾക്കുമ്പോ ഒരു പെണ്ണിനും പ്രണയം നിഷേധിക്കാൻ പറ്റില്ല. പിന്നെ പൂവും പ്രസാദവും എന്ന പാട്ട്, നുണക്കുഴിക്കവിളിൽ അധികം പറഞ്ഞു. ഇഷ്ടപ്രാണേശ്വരി നിന്റെ ഏതൻ തോട്ടം എനിക്കു വേണ്ടി ഏഴാം സ്വർഗം
സ്വർഗം എനിക്കു വേണ്ടി. അതിൽ കുന്തിരിക്കം പുകയുന്ന കുന്നിൻ ചെരുവിലെ കുയിൽ കിളി, എന്റെ കുയിൽ കിളി. അത് കേട്ടാൽ അന്ന് ഏതൊന്നു കിളി പ്രണയം നിഷേധിക്കുമായിരുന്നു. പിന്നെ മനോരമേ എന്ന് വിളിക്കുന്ന, നമ്മളെ പത്രമല്ല, മാതൃഭൂമിയെ പോലത്തെ മനോരമയല്ല, മനസ്സിന് രമിപ്പിക്കുന്നവൾ. മാനത്തു കണ്ണികൾ മയങ്ങും കയങ്ങൾ മനോരമേ നിന്നയനങ്ങൾ എന്നൊരു പാട്ടുണ്ട്. പിന്നെ മലയാള ഭാഷ തൻ മാദക ഭംഗിയെ ഇത്രയും മനോഹരമായിട്ട് അവതരിപ്പിച്ച നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. പിന്നെ റംസാനിലെ ചന്ദ്രികയോ രജനീഗന്ധിയോ അറബി പെൺകൊടി അഴകിൻ പൊൻകൊടി ആരു നീ ആരു നീ ആരു നീ എന്ന് പറഞ്ഞ പാട്ട്. ഹൃദയേശ്വരി നിൻ നെടുവീർപ്പിൽ ഞാനൊരു മധുര സംഗീതം കേട്ടു എന്ന പാട്ട്. ഇങ്ങനെ ദേവരാജന്റെ ഒരുപാട് ഹിറ്റ് പാട്ട്. ദക്ഷിണാമൂർത്തിയുടെ അശ്വതി നക്ഷത്രമേ എന്ന പാട്ട്. പിന്നെ മുത്തശ്ശി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ദക്ഷിണാമൂർത്തി ചിട്ടപ്പെടുത്തിയ ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു. അടുത്തത് കേൾക്കൂ. ഇന്ദുമുഖി ഇന്നുരാവിൽ എന്തു ചെയ്യൂ നീ സഖി എന്തു ചെയ്യൂ നീ. പിന്നെ സന്ധ്യക്കെന്തിനു സിന്ദൂരം, സ്വാതി തിരുനാളിൻ കാമിനി സപ്തസ്വരസുധാ വാഹിനി കാളിദാസ് ത്യാഗരാജനും ദീക്ഷിതരും തപസ്സു ചെയ്തുണർത്തിയ ശരിക്ക് സരസ്വതി പൂജയിൽ ഇതിലും നല്ലൊരു പാട്ട് മലയാളത്തിൽ വേറെ ആൾ പാടിയിട്ടുണ്ടാവില്ല. പിന്നെ വിലാസലൂലുപതിയായിരുന്നുള്ള ചന്ദനത്തിൽ കടഞ്ഞെടുത്തത് ഞാൻ പാടി. പിന്നെയുള്ളത് എൻ കെ അർജുന മാഷയുടെ പ്രശസ്തമായ യദുകുലരതി ദേവനെ വിടേരാധേ എന്ന പാട്ട്. പിന്നെ നിന്മണിയറയിലെ നിർമ്മല ശയ്യയിലെ നീല നിരാളമായി ഞാൻ മാറിയെങ്കിൽ എന്ന പാട്ട്. പിന്നെ മുത്തുകിലുങ്ങി മണി മുത്തുകിലുങ്ങി എന്ന പാട്ട്. പിന്നെ പഞ്ചവടിയിലെ വിജയശ്രീയോ പഞ്ചവൻ കാട്ടിലെ രാഗിണിയോ കൊച്ചിൻ എക്സ്പ്രസിലെ വിജയലളിതയോ മേരെ നാം ജോക്കറിലെ പത്മിനിയോ. അന്നത്തെ സൂപ്പർ മലയാള നടികളുടെ പേര് മൊത്തം കോർത്തിണക്കി കൊണ്ടുണ്ടാക്കിയ പാടാണ്. ആരാണ് നീ ജയഭാരതിയോ അല്ലേ. പിന്നെ നന്ദ്യാർ വട്ടപ്പൂ ചിരിച്ചു നാട്ടുമാവിൻ്റെ ചോട്ടിൽ. പിന്നെ നല്ല വിപ്ലവഗാനം എഴുതിയിട്ടുണ്ട്. ശില്പികൾ നമ്മൾ, ഭാരത ശില്പികൾ നമ്മൾ, ഉണരുന്നവയുഗ വസന്തവാടിയിൽ വിടർന്ന പുഷ്പങ്ങൾ, നമ്മൾ വിടർന്ന പുഷ്പങ്ങൾ അല്ലേ ആ പാട്ട്. പിന്നെയുള്ളത് MS വിശ്വനാഥന്റെ തിരുവാഭരണം ചാർത്തി വിടർന്നു തിരുവാതിര നക്ഷത്രം എന്ന പാട്ട്. അറബിക്കടലിളകി വരുന്നു ആകാശ പൊന്നു വരുന്നു. അതത്ര ടോപ്പ് പാടിയ പാട്ടാന്നറിയോ. സ്വർണ്ണഗോപുരം ഞാൻ പാടി, നീലഗിരി പാടി, കാറ്റുമൊഴുക്കും കിഴക്കോട്ട് കാവേരി വെള്ളം പടിഞ്ഞാട്ട്. പിന്നെ രാജീവനയനേ നീയുറങ്ങൂ എന്ന പാട്ട്. അഷ്ടപതിയിലെ ഗായികേ. പിന്നെ കെ രാഘവൻ മാഷ് കരിമുകിൽ കാട്ടിലെ രജനി തന്മേട്ടിലെ കനകാമരങ്ങൾ പാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി.
കരയിൽ നീ മാത്രമായി. ഏകാന്ത പഥികൻ ഞാൻ. അതിലേറ്റവും മലയാള സിനിമയിലെ ഏറ്റവും മനോഹരമായ കവിതാ ഗാനം ഏതാന്ന് വെച്ചു. പാരാകയിരുളിൽ പതിക്കുമ്പോൾ പാദം നടന്നു തളരുമ്പോൾ പാത തന്നരികിൽ ആകാശം നിവർത്തിയ കൂടാരം പൂകിയുറങ്ങും ഞാൻ. തെരുവുതണ്ടിയുടെ അവസ്ഥയെ ഇത്രയും മനോഹരമായിട്ട് മറ്റൊരു വരിയിലും അവതരിപ്പിച്ചിട്ടില്ല. പിന്നെ സലിൽ ചൗധരിയുടെ പാട്ട് നെല്ലിലെ ചെമ്പാ ചെമ്പ കുറവ എന്ന പാട്ട്. നിശാസുരഭികൾ വസന്തസേനകൾ നടനമാടാൻ വരികയോ. പിന്നെ പൊന്നുഷസിന്നുപവനങ്ങൾ പൂവിടും. അങ്ങനെ സലിൽ ചൗധരിയുടെ ഗംഭീര പാട്ടാണ്. പിന്നെ ശ്യാമിൻ്റെ സംഗീത മധുരനാദം. പിന്നെ കാട്ടിക്കുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ട് മയങ്ങും പെണ്ണ്. കറുത്ത തോണിക്കാരെന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, അതൊക്കെ ശ്യാമിൻ്റെ. പിന്നെ ജോൺസന്റെ പാട്ടാണ് ഉറുനിരയോ കുനുകുനുമുകിൽ നിരയോ എന്ന. നാണം നിൻ കണ്ണിൽ എൻ രൂപം നിൻ മുന്നിൽ. മോഹം കൊണ്ടു ഞാൻ വട്ടയില പന്തലിട്ട്. ഏറ്റവും നമ്മുടെ ജയറാമിന് വേണ്ടിയിട്ട് യാത്രക്കാരുടെ ശ്രദ്ധിക്കുന്ന സിനിമയിൽ പാടി. പിന്നെ രവീന്ദ്രന്റെ പാട്ടാണ്, അത് ഞാൻ നേരത്തെ പാടില്ല, പാലാഴിത്തൂമങ്കേ. അത്ര മനോഹരമായിട്ടാണ് അത് ശക്തിപ്പെടുന്നത്. പിന്നെ കാക്കപ്പൂ കൈതപ്പൂ അരയന്നങ്ങളുടെ വീട്. പിന്നെ ആരും ആരും കാണാതെ ചുണ്ടത്തെ ആലിലത്താലിയുമായി വരൂ നീ ആമ്പലേ എന്ന പാട്ട്. ഇതൊക്കെ രവീന്ദ്രന്റെ പാട്ടാണ്. പിന്നെ വിദ്യാസാഗറിന്റെ പാട്ടാണ് പ്രായം തമ്മിൽ മോഹം നൽകി എന്നുള്ള സൂപ്പർ ഹിറ്റുകളാണ്. പിന്നെ എന്തേ ഇന്നും വന്നീല ഗ്രാമഫോണിലെ പാട്ട്. ചന്ദ്രോത്സവത്തിൽ ആരാരും കാണാതെ ആരോമൽ തൈമുല്ല പിന്നെയും പൂ വിടുമോ എന്നൊരു പാട്ടുണ്ട്. ഇതൊക്കെ വിദ്യാസാഗറിന്റെ പാട്ട്. പിന്നെ ജയചന്ദ്രൻ, ഏറ്റവും പുതിയ സംവിധായകനായ ജയചന്ദ്രൻ, കല്ലായി കടവത്തെ എന്ന പാട്ട്. കണ്ണ് നട്ട് കാത്തിരുന്നിട്ടുമെന്ന പാട്ട്. പിന്നെ എന്തിനെന്നറിയില്ല എന്തിനോ തോന്നിയൊരു ഇഷ്ടം എന്നുള്ള പാട്ട്. മോഹൻ സിതാരിയുടെ കുറേ പാട്ടുകൾ. ഞാൻ പാടിയ പാട്ടല്ല കിട്ടും. പാട്ടിന് വേണ്ടിയിട്ട് സംവിധായകരുടെ പുറകെ പോയി നടക്കലും ഈ ഗ്രൂപ്പുകളിയും പാരവപ്പൊന്നും ഇയാൾക്കറിയില്ല. ഇയാളൊരു നിഷ്കളങ്കത, മനസ്സ് തോന്നി പറയും. ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറഞ്ഞു, സിനിമയിൽ അഭിനയിച്ചു. അറിയോ, നക്ഷത്രങ്ങൾ സിനിമയിൽ ഇദ്ദേഹം അഭിനയിക്കുന്നുണ്ട്. അടുത്ത ഇല്ലത്തമ്പൂരിയായിട്ട് ഇയാൾ അഭിനയിക്കുന്നു. ആരെന്നൊന്നും ചോദിച്ചാൽ അതുള്ള പോലെ പറയും. അങ്ങനെ യേശുദാസൊക്കെ പാട്ടിന് വേണ്ടിയിട്ട് തൻ്റെ ഭക്ഷണം പോലും ക്രമീകരിക്കുക. അത്രയും ശ്രദ്ധ. ഇയാൾക്ക് അങ്ങനത്തെ ഒരു ശ്രദ്ധയിൽ കിട്ടിയ തിന്നു, എത്തിയെടുത്ത് കിടന്നുറങ്ങും. പാട്ടിന് വേണ്ടി ഒന്നും ഒരു ത്യാഗവും അനുഭവിക്കാൻ തയ്യാറാതെ പാടുക. അതിൻ്റെ പ്രതികൊണ്ടാണ് അദ്ദേഹം ജന്മനാ തന്നെ ഗായകനായി. ബൈ ബർത്ത് അദ്ദേഹം ഒരു ഗായകനാണ്. ആ ഗായകൻ ഒരു വിവാദവും കേരളത്തിൽ സൃഷ്ടിക്കാത്ത, ഒരു കാര്യത്തിലും അനാവശ്യമായ ഒരു വാക്കു പറയാത്ത, അതിസുന്ദരമായി ജീവിതം നയിച്ച ഒരു ശംഖുപുഷ്പത്തിനകത്തുള്ളൊരു മഴത്തുള്ളിക്കിലുക്കം പോലെ അതിനിർമ്മലമായ ജീവിതം നയിച്ച ആ മനുഷ്യൻ്റെ പാട്ടുകൾ മലയാളിയും ഹൃദയവും ഉള്ളിടത്തോളം കാലം നൽകും. മലയാളിയും ഹൃദയവും ഉള്ളിടത്തോളം. ഇപ്പൊ ഹൃദയം കുറഞ്ഞു വരിക. ആ കുറഞ്ഞു വരുന്നതിന്റെ ലക്ഷണമാണ് കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുറിച്ചവനെ നിന്നെ പടച്ചവന് 10ൽ 10 മാർക്ക്. ഇതാണ് എല്ലാ ഡിജെക്കും പാടിക്കൊള്ളുന്നത്.
സ്വന്തം അനുജനെ 14 വയസ്സുള്ള അനുജനെ തലക്കടിച്ച് കൊല്ലുക, ഉപ്പാൻ്റെ ഉമ്മാനെ കൊല്ലുക, ഉപ്പാൻ്റെ അനിയനെ കൊല്ലുക, അയാളെ ഭാര്യനെ കൊല്ലുക. ഇത് ഒറ്റ കൊലപാതകമല്ല, ഒരുപാട് കൊലപാതകങ്ങൾ വരുന്നു കേരളത്തിൽ. എന്തിനാ കൊന്നെന്ന് ഓനും അറിയില്ല, കൊല്ലപ്പെട്ടവർക്കും അറിയില്ല. ആകെ ഒരു വല്ലാത്തൊരവസ്ഥ. നമ്മുടെ യുവാക്കളുടെ മനസ്സിനെ ആർദ്രതയിൽ നിന്ന് എടുത്ത് വറചട്ടിയിൽ ഇട്ടിട്ട് പൊരിച്ചെടുക്കുന്ന ഒരു സംഗീതത്തിലേക്ക് നമ്മുടെ മലയാള സിനിമ മാറുക. മാതാപിതാക്കളെ മാപ്പു കേൾക്കും, എന്തു നല്ല മക്കളാ. അടുത്ത വരി, ഇനി അങ്ങോട്ട് തന്നിഷ്ട കൂത്ത്. ആവേശ സിനിമയിലെ പാട്ടാ. ഇനി അങ്ങോട്ട് തന്നിഷ്ട കൂത്ത്, ഉന്നം മറന്നൊരു പോക്ക്, ലക്ഷ്യമൊന്നുമില്ല, ഇങ്ങനെ പോകും. ഗുണപാഠങ്ങൾ മതിയാക്കുക, അങ്ങനത്തെ ഒന്നും വേണ്ട. ഇതെൻ പാത, എൻ അധികാരം. വഴി തെറ്റാനുമുണ്ട് അവകാശം. വഴി നടക്കാൻ അവകാശത്തിന് വേണ്ടിയിട്ടാണ് വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും നടക്കുന്നത്. ഇപ്പൊ വഴി തെറ്റാനുമുണ്ട് അവകാശം. തനി നിറമെടുത്ത് തണിയണം നെഞ്ചെ കാട്ടു തോന്നിയാസം. തോന്നിയാസം കാണിച്ച് ശ്രദ്ധിക്കപ്പെടാൻ ശ്രമിക്കുന്ന ഒരു പുതിയ തലമുറ. പേനാ കത്തി കൊണ്ട് വിദ്യാരംഭം കുറിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? കോമ്പസ് കൊണ്ട് കുത്തിയിട്ട് റാഗിങ് നടത്തുന്നത്. 17 സ്കൂളുകളിൽ കത്തിക്കുത്ത് നടന്നു ഇക്കൊല്ലോ, അറിയോ? +2ന്റെ സ്കൂൾ അടക്കം കത്തിക്കുത്ത് നടന്നു, അറിയോ? ആ പാട്ട്, ഒരു പാട്ടെന്ന് പറയുന്നത് ഒരു കലാപരഹിതമായ ഒരു സംഭവമാണ്. സംഗീതവും കലാപരഹിതമാണ്. പാട്ടുപാടുന്നിടത്തെല്ലാം കസേര എടുത്ത് അടിയും കച്ചറിയായിട്ട് പണ്ട് തലശ്ശേരി DYSP ഗാനമേള നിരോധിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? ഗാനമേള ഉണ്ടെങ്കിൽ മൈക്ക് വർഷം കൊടുക്കും. അത് വിദേശത്തെ മാധ്യമങ്ങളിൽ വൻ സംഭവമായിരുന്നു. പാട്ട് നിരോധിച്ചൊരു രാജ്യമുണ്ട്, കേരളം, ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. പാട്ടെന്ന് പറയുന്നത് കലാപരഹിതമാവണം. അത് കലാപരഹിതവുമാണ്. അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണം. അത് കലാപരഹിതവുമായിരിക്കണം. അത് കലാപരമായ ഇഷ്ടവും ഉണ്ടാകണം. കലാപരഹിതമാവണം, കലാപരഹിതമാവണം, കലാപരഹിതവുമാവണം. യേശുദാസിൻ്റെയും ജയചന്ദ്രൻ്റെയും പാട്ട് കേട്ടിട്ട് ഒരാളും തൂങ്ങി മരിക്കാൻ പോയിട്ടില്ല, കത്തിക്കുത്താൻ പോയിട്ടില്ല. എന്നാൽ ഇപ്പൊ പുതിയ പാട്ടുകളെല്ലാം അർത്ഥരഹിതമായ, താളനിബദ്ധമായ, ഭയങ്കരമായ ശബ്ദഘോഷങ്ങൾ മാത്രമായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ ജയചന്ദ്രനെ അനുസ്മരിക്കുക എന്ന് പറയുന്നത് ഒരു സമരമാണ്. ഒരു സമരമാണ്. നമ്മുടെ ഗാനത്തിൻ്റെ ആ മനോഹരമായ പാരമ്പര്യത്തെ നമുക്ക് നഷ്ടപ്പെടുത്തിക്കൂടാ. ആ ഗാനത്തെ നമ്മുടെ നെഞ്ചേറ്റണം. അത് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ കുട്ടികൾ ഇതുപോലെ കൊല്ലാനുള്ള കേസ് പ്രതിയാവാതിരിക്കാൻ, പ്രിയപ്പെട്ട ഇവിടെ കുട്ടികൾ, ചെറുപ്പക്കാർ വളരെ കുറവാണ്. പ്രിയപ്പെട്ട അമ്മമാരെ, അച്ഛന്മാരെ, അപ്പൂപ്പന്മാരെ, അമ്മൂമ്മമാരെ, നിങ്ങൾ വീട്ടിൽ നിന്ന് പാട്ട് ഇതിനെപ്പറ്റി പറയണം, പാട്ട് പാടണം. പാട്ട് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാവണം. കാറൽ മാർക്സ് അദ്ദേഹത്തിൻ്റെ മനുഷ്യസ്നേഹത്തിൻ്റെ അടിത്തറ കണ്ടെത്തിയത് ബീഥോവന്റെ സംഗീതത്തിലൂടെയാണ്, ഗെയ്ഥയുടെ കവിതകളിലൂടെയാണ്. ആർദ്രതയില്ലാത്ത മനുഷ്യസ്നേഹവും മനുഷ്യത്വം ഉണ്ടാവില്ല. ഈ ആർദ്രതയിലേക്ക് നമ്മുടെ മനുഷ്യരെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മുടെ പാട്ടുകൾ, ജയചന്ദ്രനെ പോലുള്ള ആളുകളുടെ പാട്ടുകൾ നമ്മൾ വീണ്ടും വീണ്ടും അയവിറക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ആ മഹാമനീഷിയുടെ, മഹാപ്രതിഭയുടെ ഓർമ്മകൾക്ക് മുന്നിൽ തലകുനിച്ചുകൊണ്ട് NE ബാലറാം പബ്ലിക് ലൈബ്രറി ജയചന്ദ്രനെ അനുസ്മരിക്കാൻ ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചതിൽ അതിൻ്റെ ഭാരവാഹികളെ അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട്, എന്നെ കേട്ടതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു.